പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 22-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോകുന്നു. അയാളുടെ കയ്യിൽ മരണസമയത്ത് ജപമാല, കുരിശുരൂപം, നിയമപുസ്തകം. സെമിനാരിയിലായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന സമയത്തൊക്കെ സാധിക്കുന്നത് പോലെ 2-3 പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഒരു ദിവസത്തിൻ്റെ ജീവിതം ഇങ്ങനെ ധന്യമാക്കിയ, മഹത്വരമാക്കിയ, പ്രഭയുള്ളതാക്കി മാറ്റിയ ഒരു വിശുദ്ധൻ ഇന്ന് ലോകം മുഴുവനുമുള്ള അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു. വിശുദ്ധ ജോൺ ബെർക്കുമൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോ സഭാ നോവിഷ്യറ്റിൽ ചേർന്ന് വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ഭക്തി ഇങ്ങനെ തീക്ഷ്ണതയോട് ഉരകല്ലിൽ ഉരച്ച് ശരിക്കും മൂർച്ചയുള്ളതാക്കി മാറ്റിയ ഒരു വിശുദ്ധൻ. പരിശുദ്ധ കുർബാനയോടുള്ള അഗാധമായിട്ടുള്ള സ്നേഹമുണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ ഹൃദയം ജ്വലിപ്പിച്ചിരുന്നു എന്നുള്ളത്. നിധിയായിട്ട് കൊണ്ട് നടന്നിരുന്നത് ഒരു ജപമാലയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരാൾ. അൾത്താരയിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകന്നു പോകുന്നൊരു കാലത്ത് ഈ വിശുദ്ധൻ്റെ വെല്ലുവിളി നമ്മളെ ഇങ്ങനെ കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നേ. 22 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ഒരാൾ നമ്മൾ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളതിൻ്റെ ഇരട്ടിക്കിരട്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ഈശോയെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെല്ലുവിളിയല്ലേ ശരിക്കും? ഏതൊരു പള്ളിയിൽ ചെന്നാലും ഉള്ളു തുറന്നുള്ള ആദ്യത്തെ പ്രാർത്ഥനകളിലൊന്ന് ഇവിടെയുള്ള ഓരോ കുഞ്ഞുമക്കളും അൾത്താരയോട് ചേർന്ന് നിന്ന് ജീവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ആ അൾത്താരയിൽ നിന്ന് മക്കൾ അകന്നു പോവാതിരിക്കട്ടെ. എത്ര മക്കളുള്ളതാണെന്നേ ഓരോ ഇടവകയിലും. എന്നിട്ട് എത്ര പേര് അൾത്താര ശുശ്രൂഷകരായിട്ട് വരുന്നുണ്ട്. എന്താ പറ്റണേ? അവരെ ഇത് ഇങ്ങനെ ആകർഷിക്കാത്തത് എന്താ? ആൾത്താരയിൽ അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് ഈശോയോട് അത്രയ്ക്ക് അടുത്ത് നിന്ന് ആ ബലിവേദിയിൽ കയറി നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് അത്ര വലിയ മഹാഭാഗ്യമാണെന്ന് എന്തുകൊണ്ടാണ് ചെറുപ്പം മുതലേ നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാത്തത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ചില സംസാരങ്ങളിലൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ചില മനുഷ്യരൊക്കെ ഇങ്ങനെ അൾത്താര ശുശ്രൂഷകരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, മെസ്സി അടക്കമുള്ളവരൊക്കെ. തെറ്റിപ്പോയവരൊക്കെ ഉണ്ട്, ഹിറ്റ്ലർ അടക്കമുള്ളവർ. പക്ഷെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? അൾത്താര ഒരാളുടെ ജീവിതത്തിന് കൊടുക്കുന്ന ഭംഗി, സന്തോഷം, സ്നേഹം അതെത്ര വലുതാണെന്ന് ഇപ്പോൾ അൾത്താര ശുശ്രൂഷകരായിട്ടിരിക്കുന്നവരോടൊന്ന് ചോദിക്കണം. എത്ര വലിയ ഒരു സന്തോഷത്തിലേക്കാണ് അവർ കാലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ഇത്രമാത്രം ചേർന്ന് നിന്ന് ജീവിക്കാനായിട്ട് അച്ഛന്മാരെ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം. ഇടവകയിൽ യുവജനങ്ങളോടിങ്ങനെ അൾത്താര ശുശ്രൂഷകരാകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവരെന്തൊരു സന്തോഷത്തോടെയാണ് വരണേ. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് നമ്മളിങ്ങനെ അവരെ അൾത്താരയോട് ചേർത്ത് നിർത്തുമ്പോൾ അവരുടെ ലൈഫ് ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. പ്രയാസങ്ങളുണ്ട്, ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ലൈഫിൽ ആ ഒരു പ്രായത്തിൽ കടന്നു പോകേണ്ടി വരുന്ന പല ടെൻഷൻസ് അവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഞായറാഴ്ചകളിൽ ആദ്യത്തെ കുർബാനയിൽ ഇവർ ഒരുമിച്ച് കയറുമ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്നൊരു സന്തോഷം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന ഒരു പ്രത്യാശ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. തങ്ങളുടെ മക്കൾ ഇങ്ങനെ അൾത്താരയിൽ നിൽക്കുമ്പോൾ, ഇത്രയും പ്രായമായിട്ടും നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മുഖത്ത് കണ്ടിരുന്നൊരു അഭിമാനം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പിള്ളേരുടെ ഇടയിൽ നിന്ന്, ഇത്രയും തെറ്റിപ്പോകുന്നൊരു തലമുറയിൽ നിന്ന് കുറച്ച് പേരിങ്ങനെ അൾത്താരയോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നൊരു അത്ഭുതം കാണുമായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഇങ്ങനെ അൾത്താരയിൽ നിന്ന് അവരിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നേരമില്ല എന്ന് പറഞ്ഞിട്ടാണ്. വേറെ പല കാര്യങ്ങൾ, വേറെ തിരക്കുകൾ.
എന്തൊരു മഹാഭാഗ്യത്തിൽ നിന്നാണ് അവരിറങ്ങിപ്പോയത്. എത്ര വലിയ ഒരു മഹോന്നതമായ സ്ഥാനത്തേക്ക് വരാനായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴും വിസമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുക്കാതിരിക്കുന്നത്. എല്ലാ ഇടവകളിലെയും എല്ലാ കുഞ്ഞുങ്ങളും അൾത്താരയിൽ കയറി ഇറങ്ങി പോകുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയിട്ടാണെങ്കിൽ എന്തൊരു വലിയ അനുഗ്രഹങ്ങളായിരിക്കും. ഒരിക്കലും അൾത്താര വിടാതെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന മക്കള്. നേരത്തെ ഇരുന്നിരുന്ന ഒരു ഇടവകയിൽ പണ്ട് കാലം മുതലേ ഇങ്ങനെ അൾത്താര ശുശ്രൂഷകരായിരുന്നവരുടെ ഒരു സംഗമം നടക്കുന്നതുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു അതെ. വിശുദ്ധ ജോൺ ബെർക്ക്മൻസിനെ പോലെ ജപമാല എപ്പോഴും ഇങ്ങനെ കയ്യിൽ പിടിച്ച് ക്രൂശിത രൂപത്തിലേക്ക് കണ്ണ് നട്ട് ഇങ്ങനെ സഭാ നിയമങ്ങൾ അനുസരിച്ച് അൾത്താരയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് തീക്ഷ്ണതയുള്ള മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ ഉള്ളൊരുങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുക. അൾത്താരയോട് നിർബന്ധപൂർവം ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അവർക്ക് ഒരു ഉപദ്രവവും പറ്റില്ല, ഒരു കുറവും വരില്ല. അതുകൊണ്ട് വിശുദ്ധ ജോൺ ബെർക്ക്മൻസ് വഴി ഞങ്ങളുടെ മക്കളെല്ലാവരും അൾത്താരയോട് ചേർന്ന് നിൽക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി ആ മക്കളിലേക്ക് എല്ലാവരിലേക്കും അൾത്താരയോടുള്ള അടങ്ങാത്ത ദാഹം നിറയ്ക്കണമേ തമ്പുരാനെ എന്ന ആശീർവാദത്തിന്റെ സമയത്ത് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരും അൾത്താരയിൽ നിൽക്കുന്ന സുന്ദരമായ സ്വപ്നം കണ്ടുകൊണ്ടുറങ്ങാൻ, ആ സ്വപ്നം യാഥാർത്ഥ്യമായി തീരാൻ അനുഗ്രഹം നൽകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.